പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ നമുക്ക് ആ ധന്യപിതാവിനെക്കുറിച്ച് ധ്യാനിക്കാം. ബൈബിളിൽ ഒരു വാക്കുപോലും ഉരിയാടാത്ത ഒരു വ്യക്തി, പുത്രൻ തമ്പുരാന് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചപ്പോൾ ആ പുത്രൻ തമ്പുരാനെ വളർത്തുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി. എന്തുകൊണ്ടാണ് ദൈവം ഒരു രാജാവിനെയോ ചുരുങ്ങിയ പക്ഷേ ഒരു പുരോഹിതനെയെങ്കിലും തിരഞ്ഞെടുക്കാത്തത്? അതേ പ്രിയപ്പെട്ടവരെ, നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന് യോജിച്ച ഒരു വ്യക്തി കന്യാത്വം നിത്യവ്രതമായിട്ട് തിരഞ്ഞെടുക്കുകയും അത് പരിപാലിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ശിശു ജനിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ തർക്കിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അതിന് ശേഷം അവൻ അറിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ വേറെ കുട്ടികളുണ്ടായിരുന്നുവെന്നും. പ്രിയപ്പെട്ടവരെ, ശിശു ജനിക്കുന്നത് വരെ അവൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് ശേഷം അറിഞ്ഞു എന്നതിന് അർത്ഥമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒരു മനുഷ്യബന്ധം ഇല്ലാതെയാണ് ഈ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്, യേശു ജനിച്ചത് എന്ന് പറയുവാൻ വേണ്ടിയാണ് അങ്ങനെ പറയുക. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ്, എൻ്റെ കാലയിൽ ഒരു വലിയ മുറിവുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഒരു വലിയ മുറിവ്. അപ്പോൾ അത് തനിയാണത് സൗഖ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാനെൻ്റെ ആ മുറിവ് പൂർണ്ണമായും സൗഖ്യപ്പെടുന്നത് വരെ യാതൊരു വിധത്തിലുള്ള മരുന്ന് കഴിക്കുകയോ ഏതെങ്കിലും വിധത്തിലുള്ള മരുന്ന് ആ മുറിവിൽ പുരട്ടുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് സുഖമായതിനു ശേഷം, ഭേദപ്പെട്ടതിന് ശേഷം പിന്നീട് പുരട്ടി എന്നർത്ഥമുണ്ടോ? ഞാനെൻ്റെ കാല് പൂർണ്ണമായും സൗഖ്യപ്പെടുന്നത് വരെ എൻ്റെ അറിവിൽ ഞാനൊരിക്കലും ഒരു മരുന്ന് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് ശേഷം കഴിച്ചു എന്നൊരിക്കലും അതിനർത്ഥമില്ല. ഒട്ടും മരുന്ന് കഴിക്കാതെയാണ്, മരുന്നിൻ്റെ യാതൊരുവിധ സഹായമോ ഉപയോഗമോ കൂടാതെയാണ് എൻ്റെ കാല് സൗഖ്യപ്പെട്ടത് എന്ന് ഊന്നിപ്പറയാനുള്ള ഒരു ഭാഷാ പ്രയോഗമാണിത്. അതുപോലെ തന്നെ ഉണ്ണീശോ പിറക്കുന്നത് വരെ, ജനിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് ശേഷം അറിഞ്ഞു എന്ന് അതിനൊരു വ്യംഗ്യം, ഒരർത്ഥം കൊടുക്കേണ്ടതില്ല. പിന്നെയോ യേശു ജനിച്ചത് ഒരു പുരുഷ സാമീപ്യം മൂലം അല്ല എന്നൂന്നി പറയാൻ വേണ്ടി അങ്ങനെ പറയുന്ന ഒരു രീതി എന്നേ ഉള്ളൂ. നിത്യകന്യാത്വം കാത്തു സൂക്ഷിച്ച വിശുദ്ധ യൗസേപ്പിതാവ് തീർത്തും തന്നെ ഭരമേൽപ്പിച്ച അക്കാര്യം അക്ഷരസ്യ ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈശോ പലതും പഠിച്ചത് യൗസേപ്പിതാവിൽ നിന്നാണ്. പുത്രതമ്പുരാൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നോക്കുക. ദേവാലയത്തിൽ വെച്ച് അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് എന്ന് നിങ്ങൾക്കറിയില്ലയോ? കണ്ടോ, അതാണ് പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കാം. ഒത്തിരി വർത്തമാനോ ഉരിയാട്ടോ ഒന്നുമില്ല. അതേപറ്റി പ്രിയപ്പെട്ടവരെ, ആ നിമിഷത്തിൽ പോലും ഒരു ശകാരവാക്കോ ഒരു പരാതി ഒന്നും യൗസേപ്പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഏതൊക്കെ സങ്കടകരമായ അവസ്ഥയുടെ കടന്നു പോയെങ്കിലും ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. ആരോടെങ്കിലും കൺസൾട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. രഹസ്യത്തിൽ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച നിമിഷവും യൗസേപ്പിതാവ് ആരോടും ഒരു അഭിപ്രായം ചോദിക്കുന്നില്ല. യൗസേപ്പിതാവിൻ്റെ ജീവിതം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് അത്യുന്നതിൻ്റെ ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാണ് എന്ന്
മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ആ സംഭവത്തിന് മുമ്പും അതിന് ശേഷവും. അതിനു മുമ്പ് യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യത്തിൽ അവളെ അപമാനിക്കാൻ ഇഷ്ടമില്ലായിരുന്നുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച യൗസേപ്പ് പിതാവ്. വേണമെങ്കിൽ യൗസേപ്പ് പിതാവിന് വേണമെങ്കിൽ അത് പരസ്യമാക്കാമായിരുന്നു. ദേ ഇവൾ ഗർഭവതിയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിച്ച് നീതീകരിച്ച് രക്ഷപ്പെടാമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മറിയം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. യൗസേപ്പ് പിതാവിന് രക്ഷപ്പെടാം. പക്ഷേ യൗസേപ്പ് പിതാവ് അങ്ങനെയൊന്നുമല്ല ചിന്തിച്ചത്. അപമാനിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, രഹസ്യത്തിൽ ഉപേക്ഷിക്കുക. രഹസ്യത്തിൽ ഉപേക്ഷിച്ചൊരു കുഴപ്പമുണ്ട്. ആളുകൾ പിന്നെ യൗസേപ്പ് പിതാവിനെ പഴിയാറുള്ളൂ. അവൻ തെറ്റ് ചെയ്തിട്ട് ഒളിച്ചുപോയി എന്നേ പറയുള്ളൂ. അപ്പോൾ എന്നാലും മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത, ആരെയും വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തീർത്തും നീതിമാനായ വ്യക്തിയായിരുന്നു യൗസേപ്പ് പിതാവ്. ഈ യൗസേപ്പ് പിതാവ് നേരെ മറിച്ച് മാലാഖ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമോ ചിന്തിച്ചു നോക്കി. ആ സ്വപ്നത്തിൽ കണ്ട കാര്യം അത് അക്ഷരം പ്രതി വിശ്വസിക്കുകയും അതനുസരിച്ച് അനുവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു സംശയവും തിരിച്ച് ചോദിക്കുന്നില്ല. മാലാഖയോടും ചോദിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല, വിശദീകരണം ചോദിക്കുന്നില്ല. ഒന്ന് ചിന്തിച്ച് നോക്കുക. വെറും ഒരു സ്വപ്നം കണ്ടു വന്നതിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെയും കൂട്ടി ഈജിപ്തിലേക്ക് നടക്കുവാണ്. ഈജിപ്തിനോട് നമുക്കറിയാം, പണ്ട് ഇസ്രായേൽക്കാർ 40 സംവത്സരം എടുത്ത് ഇങ്ങോട്ട് വന്ന് ദൂരമാണ് അങ്ങോട്ട് പോകേണ്ടത്. നോക്കുക, ഉണ്ണീശോയെയും മാതാവിനെയും ഒരു കഴുതപ്പുറത്തിരുത്തി യൗസേപ്പ് പിതാവ് മുൻപ് നടക്കുവാണ്, വഴി തെളിച്ചുകൊണ്ട് വഴികാട്ടിയായിട്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ കടുത്ത ദാരിദ്ര്യം, പട്ടിണി ഉണ്ടായപ്പോൾ സ്വർഗസ്നായ പിതാവ് മന്ന പൊഴിച്ചു കൊടുത്താണ് ഇസ്രായേൽക്ക് രക്ഷപ്പെടുത്തിയത്. വെള്ളമില്ലാതെ വന്നപ്പോൾ മോശ തൻ്റെ വടി പാറയിൽ അടിച്ചൊക്കെയാണ് വെള്ളം ഉണ്ടാക്കിക്കൊടുത്തത്. അങ്ങോട്ട് പോന്നപ്പോൾ ചെങ്കടൽ കടന്നതോ മോശയുടെ വടി നീട്ടിയാണ് ചെങ്ക. അപ്പോൾ ഈ അതേ ദൂരമാണ് അങ്ങോട്ട് തനിയെ ഉണ്ണിയെയും അമ്മയെയും കൊണ്ട് യൗസേപ്പ് പിതാവ് പോകുന്നത്. പോകുന്ന വഴിക്ക് എന്ത് കഴിക്കും, എങ്ങനെ മറികടക്കും ഇത്രയും ദൂരം, ഒരു സംഖ്യയും ഉണ്ടായില്ല. മറിച്ചൊരു സംശയവുമില്ല, ഉണ്ണിയെയും കൊണ്ട് പോവുകയാണ്. അതാണ് വിശ്വാസം. അതേ വിശ്വാസത്തിൻ്റെ വഴി പാതയാണ് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കാണുക. പിലാത്തോസിൻ്റെ വീട്ടിൽ നിന്നും ഗാഗുൽത്ത മല വരെയുള്ള ആ ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ, സഹനത്തിൻ്റെ, നിശബ്ദമായിട്ടുള്ള സഹനത്തിൻ്റെ ആ കുരിശിൻ്റെ വഴി. അതേ പ്രിയപ്പെട്ടവരെ, മാലാഖയുടെ ദർശനത്തിന് ശേഷം യൗസേപ്പ് പിതാവിൻ്റെ ജീവിതവും നമ്മൾ ഒരു സാക്ഷാൽ കുരിശിൻ്റെ വഴി തന്നെയായിരുന്നു. മറ്റുള്ളവരുടെ സംശയങ്ങൾക്കോ മറ്റുള്ളവരുടെ ഊഹാഭോഹങ്ങൾക്കൊന്നും യാതൊരു വിലയും കൊടുക്കാതെ യൗസേപ്പ് പിതാവ് ആ മാലാഖയുടെ വാക്ക് കിട്ടിയ ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുകയാണ്. തൻ്റെ പൂർവികരുടെ സ്ഥലമായ ബത്ലഹേമിലേക്ക് പേരെഴുതാൻ പോയ യൗസേപ്പ് പിതാവ് അവിടെ പാർക്കാൻ ഇടമില്ലാതെ അവസാനം കണ്ടെത്തുന്നത് ഒരു കാര്യത്തൊഴുത്തിലാണ്. അപ്പോൾ നമുക്കറിയില്ല, യൗസേപ്പ് പിതാവിൻ്റെ ചാർച്ചക്കാരും സ്വന്തക്കാരും ഒക്കെ ഒരിക്കലും ഒരു കാലത്ത് ജീവിച്ചിരുന്ന സ്ഥലമാണ് ഈ ബത്ലഹേം. അവിടെ ഇപ്പോൾ ആരുമില്ല. അതുകൊണ്ടാണല്ലോ സത്രം തേടി പോകേണ്ടി വന്നത്. അങ്ങനെ ആ സത്രത്തിൽ യൗസേപ്പ് പിതാവ് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ആ ചെറിയ പുൽത്തൊട്ടി കണ്ടെത്തുകയും ആ പുൽത്തൊട്ടിയിൽ തുണിക്കച്ചകളോ പുല്ലോ വൈക്കോലൊക്കെ ഇട്ട് ഉണ്ണിക്ക് പറക്കുവാനായിട്ടുള്ള സ്ഥലമൊരുക്കിയതും മാതാവിന് കൂട്ടായി സാന്ത്വനം വിരളിക്കൊണ്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഈ യൗസേപ്പ് പിതാവ് തന്നെയായിരിക്കും. ആ ദൈവപുത്രൻ്റെ പൊക്കിൾ കൂടി മുറിച്ച് തൻ്റെ ഉണ്ണിയുടെ ആ ജനനത്തിന് അമ്മയെ സഹായിച്ചത്. അതേ നിശബ്ദമായ സേവനം, നിശബ്ദമായിട്ടുള്ള പ്രവൃത്തികൾ, അങ്ങനെ മരണം വരെ എങ്ങനെ മരിച്ചു എന്ന് പോലും
ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. തൻ്റെ വാക്കോ തൻ്റെ പ്രശസ്തിയോ തൻ്റെ സ്ഥാനമാനങ്ങളോ പേരോ ഒന്നും ആഗ്രഹിക്കാത്ത, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ആ രക്ഷാകര ദൗത്യത്തിൽ മുഖ്യ പങ്ക് തന്നെ വഹിച്ച വ്യക്തിയാണ് യൗസേ പിതാവ്. എനിക്ക് തോന്നുന്നു ഈ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് പറയുന്ന പോലെ, സഹരക്ഷക എന്ന് പരിശുദ്ധ മാതാവിനെ വിളിക്കുന്നത് പോലെ സഹരക്ഷകൻ എന്ന് വിശുദ്ധ യൗസേ പിതാവിനെയും കരുതുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ യൗസേ പിതാവിൻ്റെ ആ മൂകമായ നിശബ്ദമായ ആ ജീവിത രീതി യേശുവിനെയും ഒട്ടേറെ സ്വാധീനിച്ചിട്ടുണ്ടാവണം. യേശുവിനെ വളർത്തുവാൻ വേണ്ടി അധ്വാനം ചെയ്ത യൗസേ പിതാവ്, പരിശുദ്ധ മറിയത്തിനും ഉണ്ണിക്കും വേണ്ടി ജീവിത സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്ത ആ യൗസേ പിതാവ്, അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ ഒരു കാർപ്പൻ്റർ, ആശാരിപ്പണിക്കാരനായിരുന്നു നമുക്കറിയാം. തച്ചൻ്റെ മകനല്ലേ എന്ന് ബൈബിളിലൊരു പരാമർശമുണ്ടല്ലോ. അപ്പോൾ കേവലം ഒരു തച്ചനായിരുന്ന യൗസേ പിതാവ് തന്നെ തൻ്റെ പിതാവായ ദൈവം എന്ത് ഭരമേൽപ്പിച്ചോ അത് പൂർത്തിയാക്കി, പിതാവിൻ്റെ ഇഷ്ടം അവസാന ശ്വാസം വരെ പൂർത്തിയാക്കി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ ഒരു ധന്യ വിശുദ്ധനാണ് വിശുദ്ധ യൗസേ പിതാവ്. നമുക്കും യൗസേ പിതാവിൻ്റെ മാതൃക പിൻചെല്ലേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്, സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ വിശുദ്ധ യൗസേ പിതാവിനെ പോലെ യേശുവിന് വേണ്ടി ജീവിച്ച് യേശുവിനെ ഈ ഭൂമിയിലും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലും ജനിപ്പിച്ച് വളർത്തി, അങ്ങനെ യേശു ചൈതന്യം മറ്റുള്ളവരിൽ ഉണ്ടാകുവാനായിട്ട് നമ്മുടെ ജീവിത രീതിയും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും യൗസേ പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നമ്മളെല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.